പോലീസ് പിടിച്ചു. ഒരു കൊല്ലത്തേക്ക് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞു. വീടിന്റെ അടുത്ത് വെച്ച് തന്നെ വീണ്ടും പോലീസ് പിടിച്ചു. അവന് 9,000 പൗണ്ടാണ് പെനാൽറ്റി അടിച്ചു. 9,000 പൗണ്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ 2.5 കൊല്ലം അങ്ങോട്ട് ബാനും. UK എത്തിയതിനു ശേഷം ട്രാഫിക് ഒഫൻസുകളിൽ പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. ഇത് വലിയ ബുദ്ധിമുട്ടുകളാണ് അവരുടെ ലൈഫിലുണ്ടാക്കുക. വിസ റിന്യൂ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വലിയ തടസ്സങ്ങളും അതിന് കാരണമായേക്കാം. ഇതേപോലെ തന്നെ ധാരാളം മലയാളികൾക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമായത്. ഡ്രൈവിംഗ് ഒഫൻസുകളുടെ പേരിൽ വളരെ കർശനമായ നിയമങ്ങളാണ് ഇപ്പോൾ UK നടപ്പാക്കിയിരിക്കുന്നത്. അത് പരിശോധിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സംവിധാനങ്ങളും നിലവിൽ വന്നു. ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇപ്പോൾ ഫോണിൽ തൊട്ടാൽ പോലും ആക്ഷൻ എടുക്കുന്ന രീതിയിലോട്ട് നിയമങ്ങൾ കർശനമായിരിക്കുകയാണ്. ഇപ്പൊ ബിബിന്റെ അനുഭവത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? എന്റെ അനുഭവത്തിൽ പറ്റിയത്, ഞാൻ ആക്ച്വലി വണ്ടി എൻ്റെ ഒരു സുഹൃത്തിനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിർത്തിയതിനു ശേഷം വണ്ടി എടുക്കുന്ന സമയത്ത് മാപ്പ് ഫോൺ അവിടെ സ്റ്റാൻഡ് വെച്ചേക്ക് തന്നെയാണ്. എന്നാൽ വണ്ടി ഫസ്റ്റ് ഇട്ട് മുമ്പോട്ട് എടുക്കുന്ന വഴിക്ക് തന്നെ അടുത്ത ഫോണിലെ ലൊക്കേഷൻ മാപ്പിൽ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ സൈഡിൽ ആക്ച്വലി പോലീസും അല്ല, എന്നാൽ CID പോലത്തെ കാറും അല്ല, നമ്മുടെ ഈ പ്ലംബിംഗ് കാർ വരുന്ന ഇതുപോലത്തെ ഒരു വണ്ടിയായിരുന്നു അവിടെ കടന്നിരുന്നത്. ഇത് ഈ പോകുന്ന പോലെ ഇതായിരുന്നു ചെറിയൊരു വണ്ടി അവിടെ കിടന്നത്. ഞാൻ വണ്ടി എടുത്ത് മുമ്പോട്ടങ്ങോട്ട് പോയപ്പോൾ തന്നെ അവർ വട്ടം വെച്ച് അങ്ങ് പിടിച്ച് CID പിടിച്ചിട്ട് ഇതുപോലെ ടയറിനൊക്കെ ഇട്ടിട്ട് വണ്ടി ഒതുക്കിടാൻ പറഞ്ഞ്. എന്നിട്ട് വണ്ടി ഒതുക്കിട്ടതിന് ശേഷം അവർ വന്ന് ചോദിച്ചത് ലൈസൻസും കാര്യമെല്ലാം മേടിച്ചു. അതിനുശേഷം അവർ പറഞ്ഞ് ഫോൺ എടുത്ത്. ഞാൻ പറഞ്ഞ് കോൾ വന്നില്ല, മെസ്സേജ് എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് വണ്ടിയുടെ വീല് ഉരുണ്ടോണ്ടിരിക്കുമ്പോൾ ഫോണിൽ ടച്ച് ചെയ്തു. 2021 തൊട്ടുള്ള നിയമം എന്ന് പറഞ്ഞൊരു സ്ലിപ്പ് എനിക്ക് തന്നിട്ട് പറഞ്ഞ് ഫോണ് കയ്യിലിരിക്കുമ്പോൾ വണ്ടി വീല് ഉരുണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ പെനാൽറ്റി ആണെന്ന് പറഞ്ഞ് തന്നെ ഒതുക്കി പെനാൽറ്റി തന്നു. എനിക്കൊന്ന് 200 പൗണ്ടാണ് തന്നത്. അതിന് ശേഷം കൂടെ വന്ന പോലീസുകാരൻ എന്ത് ചെയ്തു, എൻ്റെ ടയറെല്ലാം ചെക്ക് ചെയ്തു. എൻ്റെ കഷ്ടകാലത്തിന് 3 ടയറിലും 1.5, UK ലീഗൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1.6 ആണ് വേണ്ടത്. ഒരു ടയറിന് മാത്രം 1.6ഉം ബാക്കി 3 എണ്ണത്തിന് 1.5. പക്ഷെ 1 mm അല്ലെങ്കിൽ 1 mm കുറഞ്ഞു എന്ന് പറഞ്ഞല്ല അവരുടെ പ്രശ്നം. ലീഗൽ ലിമിറ്റിലുള്ള ടയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഓരോ ടയറിനും എനിക്ക് 200 പൗണ്ട് വെച്ച് പെനാൽറ്റിയും, അതുപോലെ 3 കേസ്, ഓരോ ടയറിന് ഓരോ കേസ് വെച്ചിട്ട് അതും എനിക്കൊന്ന് 3 പോയിന്റ് വെച്ച് എനിക്ക് പോയെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ പേപ്പർ ഇതുവരെ കൈ കിട്ടിയില്ല. അതിനകത്താണ് ഡീറ്റെയിൽസ് മൊത്തം ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ ഈ 2 പേപ്പർ വന്ന് അതിനകത്ത് നമുക്കൊരു നോട്ടീസ് പോലെ അടിച്ചേക്കുന്നത്, പുതിയ ലോ അനുസരിച്ച് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോണിൽ ടച്ച് ചെയ്തു, ഈവൻ ഞാൻ മാപ്പ് എടുത്തതോ പാട്ടിട്ടതോ ഫോൺ എടുത്തതോ എന്തോ ആയിക്കോട്ടെ, ഫോൺ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പെനാൽറ്റി എന്നുള്ള രീതിയിലായിരുന്നു അവന് പിടിച്ചത്. അപ്പൊ പുതിയ ട്രാഫിക് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അത് പോലീസും അല്ലായിരുന്നു. ഞാൻ പൊതുവായിട്ട് ഞാൻ നോക്കാറുണ്ട്. CID വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലെ ലൈറ്റ് ഉണ്ട്, ഫ്ലിക്കറിംഗ് ലൈറ്റ്, കത്തിച്ചില്ലെങ്കിൽ പുറയിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, 2 ലൈറ്റ് കാണാൻ പറ്റും, നമ്മളെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇത് പിടിച്ചെന്ന് പറഞ്ഞാൽ പ്ലംബറിന്റെ വാൻ ഉണ്ടല്ലോ, പക്ഷെ ബാക്കിൽ ഹൈവേ മെയിൻ്റെനൻസിന്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ, മറ്റേ ഫ്ലൂറസെന്റ്, ആ സാധനം ഉണ്ടായിരുന്നു. അവർ ഫ്രണ്ടിലും ബാക്കിലും മറ്റേ ലൈറ്റായിട്ട് വന്ന് നേരെ വട്ടം വെച്ച് അങ്ങ് പിടിച്ചത്. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലര് ഈ മെയിൻ ക്യാമറ മാത്രം ഓടിക്കുന്നവരുണ്ട്. പക്ഷെ ചില കേസിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഈ ബ്രിഡ്ജിന്റെ പുറത്ത് പോലീസ് കാർ കൊണ്ടിട്ടിട്ട് അവർ ഗ്ലാസ്സിൽ കൂടെ ക്യാമറ വെക്കും. M1 അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ പോകുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് കറക്റ്റായിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ക്യാമറ ഒക്കെ കുറെ വന്നെന്ന് കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ എന്തായാലും 2 or 3 പെനാൽറ്റി ഒരു മാസം അല്ലെ 2 മാസം കൂടുമ്പോൾ കിട്ടുന്നുണ്ട്. അബദ്ധത്തിലായിരിക്കും ചിലപ്പോൾ പാർക്കിങ്ങോ ഓവർ സ്പീഡോ ക്യാമറയോ ഏതെങ്കിലും തരത്തിൽ കിട്ടുന്നുണ്ട്, ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലത്തെ അനുഭവം ക്യാഷ് പോകുന്ന മാത്രമല്ല, ക്യാഷ് പോകുന്നതല്ല ഇവിടെ ബുദ്ധിമുട്ട്. ക്യാഷ് പോയാൽ നമുക്ക് ഒരു ദിവസത്തെ പെനാൽറ്റി 100 പൗണ്ട് 200 പൗണ്ട് എങ്ങനെയല്ലോ കൊടുത്ത് തീർക്കാന്ന് വെച്ചോ. ഈ ലൈസൻസ് കിട്ടുക എന്നതല്ല UK പ്രധാനം, അത് നിലനിർത്തിക്കൊണ്ട് പോകുകയാണ് വലിയ തലവേദന. അത് UK ലൈസൻസ് മാത്രമല്ല, എന്തു തന്നെ ആയിക്കോട്ടെ, നമുക്കിപ്പം എന്ത് കിട്ടിയാലും ഞാൻ സന്തോഷിച്ചിട്ട് കാര്യമില്ല. കാര്യം എനിക്ക് ചിലപ്പോൾ 9 പോയിന്റ് കാണത്തുള്ളായിരിക്കും. ഈ 9 പോയിന്റ് പോകാൻ ചിലപ്പോൾ ഒരു ദിവസം മതിയായിരിക്കും. എന്തെങ്കിലും അബദ്ധം കാണിച്ച് നമ്മളിപ്പോൾ 1000 പൗണ്ട് പെനാൽറ്റി കൊടുത്താലും കുഴപ്പമില്ല. ലൈസൻസ് പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ ഓരോ വട്ടവും നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് അടിക്കണം. അത് ചിലപ്പോൾ എല്ലാ ടെസ്റ്റിനും അവർ ഫെയിൽ ആക്കത്തില്ല. അത് മാത്രമല്ല, നമുക്ക് ടെസ്റ്റിന് ചെല്ലാൻ നേരത്ത് അവർ ആദ്യം ഒരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ലൈസൻസ് എന്തെങ്കിലും വിധത്തിൽ ബാൻ ചെയ്തോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ ഒരു സുഹൃത്തിന് ഇതേപോലെ അനുഭവം ഉണ്ടായി. ആദ്യമേ അവൻ ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വണ്ടി എടുത്തു, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് വണ്ടി ഓടിച്ചു. പോലീസ് പിടിച്ചു. അവനോട് ഒരു കൊല്ലത്തേക്ക് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് ഇവന്റെ വീട്ടിലെ സുഹൃത്തിനെ തൊട്ടടുത്തൊരു സ്പോട്ടിൽ ഒന്ന് വിട്ടാൽ മതി എന്നും പറഞ്ഞ് വീടിന്റെ അടുത്ത് വെച്ച് തന്നെ വീണ്ടും പോലീസ് പിടിച്ചു. അവന് 9,000 പൗണ്ടാണ് പെനാൽറ്റി അടിച്ചു. 9,000 പൗണ്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ 2.5 കൊല്ലം അങ്ങോട്ട് ബാനും അടിച്ചു കൊടുത്തു. അങ്ങപ്പം നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, നമ്മളിതൊക്കെ കുറെ കണ്ടേ. അത് മാത്രമല്ല, നമ്മൾ സൗദിയിൽ ഓടിച്ചിട്ടുണ്ട്, കുവൈറ്റിൽ ഓടിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ദുബായ് മാത്രം സ്ട്രിക്റ്റ് ആണെന്ന്. ദുബായ് ഓടിക്കുന്നവരൊക്കെ ഇവിടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എൻ്റെ പരിചയത്തിൽ. നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രശ്നങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലെ ലീഗലി ഇത്രേ ഉള്ളൂ, ടയർ നൂല് തെളിയുന്നവരെ നമുക്ക് ഓടിക്കാമല്ലോ. പക്ഷെ 1.6 പ്രധാനമായിട്ടും ഒരു ടയറിന് ചിലപ്പോൾ 80 പൗണ്ടോ 60 പൗണ്ടോ 70 പൗണ്ടോ കാണത്തുള്ളൂ. ഇൻ കേസ് ടയർ ഇല്ലാതെ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഓർത്തോ,
വണ്ടി അവിടെ ഇടിയിപ്പിച്ച് അവർ മറ്റേ കെട്ട് വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി എടുത്തുകൊണ്ട് വരും. അതിന് നമ്മളെ കൊണ്ട് ചിലപ്പോൾ 4 ടയർ മാറ്റിക്കും ഈ കെട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ചാർജ് കൊണ്ട്. കൂടാതെ ഇത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ യാർഡിലെ പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയുമ്പോൾ ചിലപ്പോൾ ആ വണ്ടിയെക്കാട്ടി കൂടുതൽ വരും. അപ്പോൾ പലരും ഇത് സ്ക്രാപ്പിലങ്ങ് കൊടുക്കും. സ്ക്രാപ്പിന് കൊടുത്താൽ 300 കൊണ്ട് കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും പെനാൽറ്റി അടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 1000-1500 രൂപ പിന്നെ നമ്മുടെ ചാർജ് ഷീറ്റ് ഇതെല്ലാം കയറുമെന്നും പറഞ്ഞിട്ട്. അപ്പം UK ഡ്രൈവിംഗ് ഭയങ്കര പ്രശ്നമാണ്. അത് മസ്റ്റായിട്ട് നമ്മൾ ഓർക്കുക. നമുക്ക് ഈസിയാണ്, എല്ലായിടത്തും പോകാൻ വണ്ടിയുണ്ട്, പക്ഷെ അതിലുപരി നമുക്ക് ബുദ്ധിമുട്ടുമാണ്. പോയിന്റ് വെച്ചത് ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ആയാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റില്ല. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അത് 2-3 കേസ് വരാറുണ്ട്. ഒന്ന് ചിലപ്പോൾ ബാൻ അടിച്ചു വിടും, ഇത്ര നാളത്തേക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ചില കേസിൽ പോയിന്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ചിലപ്പോൾ 9 പോയിന്റ് കാണും. ഈ 9 പോയിന്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് പോയി. പിന്നെ നമ്മൾ ലൈസൻസ് ഒന്നേടെ എടുക്കാൻ പറ്റും. പക്ഷെ ബാൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്ര നാളത്തേക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പക്ഷെ വണ്ടി ഉപയോഗിച്ച ഒരാൾക്ക് വണ്ടി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഭയങ്കര പ്രശ്നം വെച്ചാൽ പിന്നീട് നമ്മൾ അത്രയും ലക്ഷറി ആയിട്ട് ഏത് വണ്ടിയായാലും നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങും, വണ്ടി എടുത്ത് പെട്ടെന്ന് പോകുന്നു. പക്ഷെ അതില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ടാക്സി വിളിക്കണം, ട്രെയിനിൽ കയറണം, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും കിഡ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഡ്രൈവിങ്. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു. താങ്ക് യു ചേട്ടാ. ഓക്കെ. UK വന്നിട്ടുള്ള ധാരാളം മലയാളികളാണ് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഓരോ ദിവസവും എന്നെ കോൺടാക്ട് ചെയ്യാറുള്ളത്. ചെറിയ ട്രാഫിക് വയലേഷന് പോലും വലിയ ഫൈനുകളും പോയിന്റ് നഷ്ടമാകുന്ന ആ ഒരു പുതിയ നിയമമാണ് ഇപ്പോൾ UK നടപ്പാക്കിയിരിക്കുന്നത്. UK വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കർശന നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. വീഡിയോസ് മാത്രമല്ല ശബ്ദവും റെക്കോർഡ് ചെയ്യാവുന്ന രീതിയിലോട്ട് പുതിയ ടെക്നോളജി നടപ്പാക്കിയിരിക്കുന്നു. അതുകൂടാതെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടി മോട്ടോർ വേകളിലെല്ലാം പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്യാമറകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന്റെ പേരിൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ചതിന്റെ പേരിൽ, ഫോൺ വിളിക്കണമെന്നില്ല, ഏതെങ്കിലും സമയത്ത് മാപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഫോണിൽ ടച്ച് ചെയ്താൽ പോലും അത് വലിയ പെനാൽറ്റിക്കും ഡ്രൈവിംഗ് പോയിന്റ് നഷ്ടമാകാനും കാരണമാകും. തീർച്ചയായിട്ടും UK എത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുക, ട്രാഫിക് നിയമങ്ങൾ വളരെ കർശനമായി തന്നെ ഫോളോ ചെയ്യുക. ഇപ്പോൾ UK പുതിയ ഡ്രൈവേ കോഡ് അനുസരിച്ച് പുതിയ ഒട്ടേറെ കാര്യങ്ങളാണ് ഡ്രൈവേ കോഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചെരുപ്പ് ഉപയോഗിച്ച് UK വാഹനം ഓടിക്കാനായി സാധിക്കില്ല, ഷൂ ഉപയോഗിച്ച് തന്നെ വാഹനം ഓടിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും UK ഏത് സമയത്തും എല്ലാ മേഖലകളിലും പ്രത്യേക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് ഇത്തരം രീതിയിലുള്ള ഒഫൻസുകൾ കണ്ടെത്തുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങളാണ് പ്രത്യേകിച്ചും വിസയിൽ നിൽക്കുന്നവർക്കുണ്ടാവുക. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്യാമറയുടെ മുഴുവൻ റിവ്യൂ ഉണ്ടാകും. ഇത് സ്പീഡിലാണ് വാഹനം ഓടിച്ചത്, എങ്ങനെയാണ് അപകടം ഉണ്ടായത്, ഏത് സാഹചര്യത്തിലാണ്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ഏതെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് ഡ്രൈവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ UK സീരിയസ് ട്രാഫിക് ഒഫൻസ് ചെയ്തിട്ടുള്ളവർക്ക് ജോലി ലഭിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യാം. കൂടുതൽ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.